കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആൻഡ് ദ ഡയഗണൽസ് ഓഫ് ദ ക്വാഡ്രിലാറ്റർ ഇൻ ദ പിക്ചർ ബിലോ. ഈ ക്വാഡ്രിലാറ്ററിന്റെ സൈഡ്സിന്റെ ലെങ്തും അതിന്റെ ഡയഗണൽസിന്റെ ലെങ്തും കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ക്വാഡ്രിലാറ്റർ മാത്രം ഇങ്ങോട്ട് നിന്ന് എടുത്ത് വരച്ചിട്ടുണ്ട്. ഇതിനൊരു പേര് കൊടുക്കാം. ആദ്യത്തെ മൂലയ്ക്ക് എ ബി സി ഡി, എ ബി സി ഡി എന്ന പേര് കൊടുത്തു. ആദ്യം ലെങ്ത് ഓഫ് എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് 0, 0 എന്ന് പറയുന്ന പോയിന്റാണ്. അപ്പോൾ ഒറിജിനാണ്. ഒറിജിനും ഈ പോയിന്റും കൂടെയുള്ള ലെങ്ത് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് -3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ -3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 1 ഇസ് ഈക്വൽ ടു റൂട്ട് 10 ആണ് എ ബിയുടെ ലെങ്ത്. അതുപോലെ ലെങ്ത് ഓഫ് ബി സിയുടെ ലെങ്ത് അപ്പോൾ ഇതാണ്. ഇതും ഒറിജിനും ഈ പോയിന്റുമായിട്ടുള്ള ലെങ്ത് ആണ്. ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് 4 ഇസ് ഈക്വൽ ടു റൂട്ട് 5. അപ്പോൾ ബി സിയുടെ ലെങ്ത് റൂട്ട് 5 ആണ്. അടുത്തായിട്ട് നമുക്ക് എ ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കാം. എ ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ നോക്കുക, ഇവിടെ എക്സ് കോർഡിനേറ്റ് രണ്ടും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് മോഡുലസ് y1 മൈനസ് y2 എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഇവിടെ എടുക്കാം. അപ്പം ലെങ്ത് ഓഫ് എ ഡി ഈസ് ഈക്വൽ ടു മോഡുലസ് -2 മൈനസ് 1 ഈസ് ഈക്വൽ ടു മോഡുലസ് -3 ഈസ് ഈക്വൽ ടു 3 ആണ്. ഇതിന്റെ ലെങ്ത് എ ഡിയുടെ ലെങ്ത് 3 ആണ്. അതുപോലെ തന്നെ അടുത്ത ലെങ്ത് ഓഫ് സി ഡി അല്ലെങ്കിൽ ഡി സിയുടെ ലെങ്ത് ഓഫ് സി ഡി, ഇവിടെ രണ്ടും y കോർഡിനേറ്റ് രണ്ടും സെയിം ആണ്. -2 ആണ്. അപ്പോൾ നമുക്ക് മോഡുലസ് x1 - x2 എന്നുള്ള ഇക്വേഷൻ ആണ് എടുക്കേണ്ടത്. അപ്പം ലെങ്ത് ഓഫ് ഡി സി ഈസ് ഈക്വൽ ടു മോഡുലസ് -3 മൈനസ് 1 ഈസ് ഈക്വൽ ടു മോഡുലസ് -4 ആണ്. ഈസ് ഈക്വൽ ടു 4 ആണ് സി ഡിയുടെ ലെങ്ത്. ഡി സി അല്ലെങ്കിൽ ഡി സിയുടെ ലെങ്ത് 4 ആണ്. അടുത്ത ഡയഗണൽസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഡയഗണൽസിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. അത് ആദ്യം നമുക്ക് ബി ഡി എന്ന ഡയഗണൽ വരയ്ക്കാം. ബി ഡി എന്ന ഡയഗണൽ വരയ്ക്കുമ്പോൾ ഇവിടെ 0, 0 ആണ്, ഇവിടെ -3, 2 ആണ്. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ബി ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -3 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 4 ഈസ് ഈക്വൽ ടു റൂട്ട് 13. അപ്പോൾ ഇതിന്റെ ലെങ്ത് റൂട്ട് 13 ആണ്. അടുത്തത് എ സിയുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. എ സിയുടെ ലെങ്ത് ഒന്നും സെയിമും ഇല്ല, 0, 0 ഒന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഉപയോഗിക്കണം, ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കണം. ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് x2 സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 സ്ക്വയർ ആണ്. ഇക്വേഷൻ വരുമ്പോൾ റൂട്ട് ഓഫ് -3 മൈനസ് 1 സ്ക്വയർ പ്ലസ് 1 മൈനസ് -2 സ്ക്വയർ ആണ്. അപ്പം -3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ -4. ഇത് 1 പ്ലസ് 2 3 വരും. അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് -4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 16 പ്ലസ് 9 റൂട്ട് 25. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ എ സിയുടെ ലെങ്ത് നമുക്ക് 5 എന്ന് കിട്ടും. ഇതാണ് എല്ലാ വശത്തിൻ്റെ നീളങ്ങൾ കിട്ടി, ഡയഗണൽസിൻ്റെ നീളങ്ങൾ നമുക്ക് കിട്ടി.